ഫസ്റ്റ് ഹാഫ് നല്ല ലാഗാണ്. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. മൂവി മൊത്തത്തിലൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മൂവിയിൽ പറയുന്നത്. അത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നടക്കുന്നതാണ്. ഒരു മൂവി നമ്മളെ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്യുന്നില്ല. ഇമോഷണലി കുറേ കൂടെയൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കായിരുന്നു, അത് ചെയ്തിട്ടില്ല, വർക്കൗട്ടായിട്ടില്ല. പിന്നെ എൻ്റെ ലാലേട്ടനോട് ഇത് വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഞാനൊരു ലാലേട്ട ഫാനാന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. എൻ്റെ ലാലേട്ടനോട് ഇത് വേണ്ടിയിരുന്നില്ല, എനിക്കത് സഹിച്ചില്ല. ഓൾമോസ്റ്റ് ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര ക്രൗഡഡ് ആണ്. അത്രേൻ്റെ ആവശ്യമുള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ മൂവി കൊള്ളാം, നല്ല മൂവിയാണ്. ലാലേട്ടനും മമ്മൂട്ടി ഒന്നിച്ച് വരുന്നൊരു മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചാണ്, നമ്മൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ട മൂവിയുടെ വിശേഷങ്ങൾ. ഫാമിലി മൂവിയൊന്നുമല്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഈ സെയിം മൂവി, ഈ സെയിം സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ സെയിം മൂവി പേര് വരെ സെയിം ആണ്, പാട്രിയറ്റ് എന്ന് തന്നെയാണ്. നമ്മുടെ 2000 സംതിങ്ങിൽ ഹോളിവുഡിൽ വന്നിട്ടുണ്ട്. ആ മൂവി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് മൂവീസ് കാണുന്ന ഒരാളല്ല. ഞാൻ ഫസ്റ്റിൽ ഗൂഗിൾ ചെയ്തപ്പം എനിക്ക് കിട്ടിയൊരു അറിവാണ്. എന്താണെങ്കിലും വൺ ടൈം വാച്ചബിളാണ്, നിങ്ങൾ കാണണം, കണ്ടിരിക്കണം. ലാലേട്ടനും മമ്മൂക്കി ഒന്നിച്ച് വരുന്നൊരു മൂവിയാണ്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ റോള് എനിക്ക് സാധാരണ ഫഹദ് ഫാസിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും യൂണിക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അതൊന്നും ഈ മൂവിയിൽ കണ്ടില്ല. പുള്ളിയുടെ പല ക്യാരക്ടേഴ്സ്, അതായത് മുൻപ് പുള്ളി ചെയ്ത 1-2